ഹായ് ഓൾ, അനു അഗെയിൻ. ഇന്ന് നമ്മൾ ക്ലാസ് 10 കെമിസ്ട്രി ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് കം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളുടെ ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളുടെ ഒരു 1 വേർഡ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: which of the following is a displacement reaction? Option A, MgCO3 gives MgO plus CO2. Option B, 2Na plus 2H2O gives 2NaOH plus H2. Option C, 2H2 plus O2 gives 2H2O. Option D, 2PbNO3 twice upon heating gives 2PbO plus 4NO2 plus O2. നമ്മൾ ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. ഇതിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചേക്കുക. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബിയിൽ H2Oനകത്തെ ഒരു എച്ചിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ സോഡിയം കയറിയിരുന്ന് ഉണ്ടാവുന്നത് NaOH. അപ്പോൾ ഓപ്ഷൻ ബി 2Na plus 2H2O gives 2NaOH plus H2. അതാണ് നമ്മളുടെ തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ക്വസ്റ്റ്യൻ: which of the following statements about the given reaction are correct? 3Fe plus 4H2O gives Fe3O4 plus 4H2. നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ: അയൺ മെറ്റൽ ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. സി നോക്കിക്കേ, Fe നമ്മുടെ റിയാക്ടൻ സൈഡിലെ Fe, പ്രോഡക്റ്റ് സൈഡിൽ Fe3O4 ആവുകയാണ്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓക്സിജൻ ആഡ് ചെയ്താണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അയൺ മെറ്റൽ ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വാട്ടർ ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. അത് നോക്കുകയാണെങ്കിലും നമ്മളുടെ വാട്ടർ, നമ്മളുടെ റിയാക്ടൻ സൈഡിലെ വാട്ടർ H2O, നമ്മുടെ പ്രോഡക്റ്റ് സൈഡിൽ എന്തായി? H2 ആയി. അതായത് അതിൻ്റെ ഓക്സിജൻ നഷ്ടപ്പെട്ടു പോയി. സോ വാട്ടർ ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ 3യും 4ഉം രണ്ടും കോൺട്രഡിക്ടറി ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അല്ലേ. ഒന്നിനകത്ത് പറയുന്നു വാട്ടർ ഈസ് ആക്ടിങ് ആസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്, അടുത്തതിനകത്ത് പറയുന്നു വാട്ടർ ഈസ് ആക്ടിങ് ആസ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഒബ്വിയസ്ലി ഇതിലേതെങ്കിലും ഒന്നേ ശരിയായിട്ടുള്ളൂ. നമുക്ക് നോക്കാം. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ വാട്ടർ സ്വന്തമായിട്ട് റെഡ്യൂസ്ഡ് ആവുകയാണ്. ഓക്സിജൻ വിട്ടുകൊടുക്കുകയാണ് Feക്ക് ഓക്സിഡേഷൻ നടക്കാനായിട്ട്. അപ്പോൾ സ്വന്തമായിട്ട് റെഡ്യൂസ്ഡ് ആയിട്ട് ഒരു ഓക്സിഡേഷന് വേണ്ടിയിട്ട് ഓക്സിജനെ കൊടുക്കുന്ന ആളെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? അതിന് പറയുന്ന പേരായിരുന്നു നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞത് അല്ലേ. സ്വന്തമായിട്ട് റെഡ്യൂസ്ഡ് ആയി വേറൊരാൾക്ക് ഓക്സിഡേഷനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓർക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്? അയൺ മെറ്റൽ ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്, വാട്ടർ ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് ആൻഡ് വാട്ടർ ഈസ് ആക്ടിങ് ആസ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി. The correct statements are statement 1, 2 and 4. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: which of the following are exothermic processes? നമുക്ക് 4 എണ്ണമാണ് തന്നേക്കുന്നത്. ഫസ്റ്റ് വൺ: റിയാക്ഷൻ ഓഫ് വാട്ടർ വിത്ത് ക്വിക്ക് ലൈം. അത് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. നമ്മൾ വാട്ടറും ക്വിക്ക് ലൈമും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചൂടുണ്ടാവുന്നത്. അപ്പോൾ അതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്. അപ്പോൾ ആ ഫസ്റ്റ് ഒരെണ്ണം കണ്ടിട്ടേ നമ്മൾ ബാക്കി ഫർദർ ഓപ്ഷൻസ് നോക്കുന്നത് നിർത്തിയേക്കല്ലേ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയല്യൂഷൻ ഓഫ് ആൻ ആസിഡ്. ഡയല്യൂഷൻ ഓഫ് ആൻ ആസിഡും ഹൈലി എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷനാണ്. ദെൻ ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ. ഫോർത്ത് വൺ സബ്ലിമേഷൻ ഓഫ് ക്യാംഫർ ക്രിസ്റ്റൽസ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഫസ്റ്റ് 2 റിയാക്ഷൻസ് എക്സോതെർമിക് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് എമംഗ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? Exposure of silver chloride to sunlight for a long duration turns grey due to. First option: the formation of silver by decomposition of silver chloride. Second option: sublimation of silver chloride. Third: decomposition of chlorine gas from silver chloride. Fourth one: oxidation of silver chloride. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? സിൽവർ ക്ലോറൈഡ് സൺലൈറ്റിൽ കുറേയേറെ നേരം എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അതിനൊരു ഗ്രേ കളർ വരുന്നതിൻ്റെ കാരണം എന്താണെന്നാണ്. നമ്മൾ ഈ ലൈറ്റിൽ ഉള്ള ഡീകമ്പോസിഷൻ റിയാക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിൽവർ ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്ത് സിൽവർ ആവുന്നത് കൊണ്ടാണ് അവിടെ ഒരു ഗ്രേ കളർ വരുന്നതെന്ന്. സോ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്
ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് ഓൺലി ദ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. MnO2 plus 4HCl gives MnCl2 plus 2H2O plus Cl2. Identify the substance oxidized in the above equation. നമുക്ക് MnCl2 HCl H2Oയും MnO2 നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റൻ ഇതാണ്, ഈ തന്നിരിക്കുന്ന കെമിക്കൽ റിയാക്ഷനിൽ ഐഡൻറ്റിഫൈ ദ സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ്. അപ്പോൾ ഇതിൽ ഏത് സബ്സ്റ്റൻസ് ആണ് ഒന്നുകിൽ ഓക്സിജൻ ആഡ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ഹൈഡ്രജൻ നഷ്ടപ്പെട്ടു പോയതാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൽ HCl-നകത്തെ ക്ലോറിൻ വേർപെട്ട് പോയിട്ട് ഹൈഡ്രജനോട് കൂടി ഓക്സിജൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ HCl ഇസ് ഓക്സിഡൈസ് ടു Cl2 ആൻഡ് വേറാസ് നമ്മളോട് ഇനി നോക്കുകയാണെങ്കിൽ MnO2 ആണെങ്കിൽ എന്താണ് സംഭവിച്ചേക്കുന്നത്, അതിന് MnCl2 ആയിട്ട് റെഡ്യൂസ് ചെയ്തേക്കാം. അപ്പോൾ ഇതിലെ സബ്സ്റ്റൻസ് ഓക്സിഡൈസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇറ്റ് ഈസ് HCl. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നെയിം ദ റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. 3MnO2 plus 4Al gives 3Mn plus 2Al2O3. State which is more reactive, Mn or Al and why. അപ്പോൾ നമ്മളിതിനകത്ത് നോക്കുകയാണെങ്കിൽ MnO2 plus Al ആ ഒരു നമ്മളുടെ റിയാക്ഷൻ സൈഡിൽ MnO2ഉം Alലും കൂടെ റിയാക്ട് ചെയ്ത് സംഭവിച്ചേക്കുന്നത് എന്താണ്? MnO2വിനകത്തെ Mn-നെ Al റീപ്ലേസ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അലുമിനിയം മാംഗനീസിനെക്കാട്ടിലും റിയാക്റ്റീവാണ്. അപ്പോൾ ഇതിൽ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ളത് ഏതാണ്? അലുമിനിയമാണ്. അലുമിനിയം മാംഗനീസിൽ നിന്ന് മാംഗനീസിനെ അതിൻ്റെ ഓക്സൈഡിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതിനകത്ത് റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണ്? റെഡ്യൂസിങ് ഏജൻറ്റ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചേക്കാം. വേറൊരാൾക്ക് റെഡ്യൂസ്ഡ് ആവാനായിട്ട് ഒന്നുകിൽ ഓക്സിജനെ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഹൈഡ്രജനെ കൊടുക്കുന്ന ആളാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ MnO2 മാംഗനീസ് ഓക്സൈഡിനകത്തെ ഓക്സിജനെ സ്വീകരിച്ച് മാംഗനീസിനെ റെഡ്യൂസ്ഡ് ആവാനായിട്ട് സഹായിച്ച റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണ്? അലുമിനിയം തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഫോളോയിങ് ഇക്വേഷൻസ്. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? CaO plus H2O gives CaOH twice. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിച്ച ടൈപ്പ് ഓഫ് റിയാക്ഷനാണിത്, കോമ്പിനേഷൻ റിയാക്ഷൻ. രണ്ട് പേര് കൂടി ചേർന്ന് ഒരു ഒറ്റ ഒരാളാണ് ആവുന്നത്. ദെൻ സെക്കൻഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് 3BaCl2 plus Al2SO4 thrice gives 3BaSO4 plus 2AlCl3. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ BaCl2വിനെ ബേരിയത്തിന് കയറി അലുമിനിയം റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ Al2SO4 ത്രൈസിനകത്ത് നിന്ന് അലുമിനിയത്തിന് ബേരിയവും ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ് അല്ലേ. പിന്നെ നമ്മുടെ തേർഡ് വൺ 2FeSO4 upon heating gives Fe2O3 plus SO2 plus SO3. ഇതോ ഒരു ഒറ്റ റിയാക്ടറിൻ്റെ പല പ്രോഡക്ട്സ് ആവുകയാണ്. അപ്പോൾ ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ല. ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Write the chemical equation of the reaction in which the following changes have been taken place with an example of each. First one, change in color. Second one, change in temperature. Third one, formation of precipitate. അതായത് കളർ ചേഞ്ച് കാണിക്കുന്ന, ടെമ്പറേച്ചർ ചേഞ്ച് കാണിക്കുന്ന, അതുപോലെ തന്നെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്ന ഓരോ കെമിക്കൽ റിയാക്ഷൻസും അതിൻ്റെ എക്സാമ്പിൾസ് ഇക്വേഷൻസ് സഹിതം എഴുതാനായിട്ടാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. അതാണ് അതിൻ്റെ ആൻസർ. ഫസ്റ്റ് വൺ നമ്മളോട് പറഞ്ഞേക്കുന്നത് ചേഞ്ച് ഇൻ കളർ കാണിക്കുന്ന ഒരെണ്ണമാണ്. കോപ്പർ പ്ലസ് സിൽവർ നൈട്രേറ്റ് ഗീവ്സ് കോപ്പർ നൈട്രേറ്റ് പ്ലസ് സിൽവർ. ഈ ഒരു റിയാക്ഷനിൽ നമ്മളുടെ സിൽവർ ഒരു ഷൈനി സിൽവർ മെറ്റൽ ഡിപ്പോസിറ്റഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കളർ ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ഒരു ബ്ലൂ കളർ വരും. അതായത് നമ്മുടെ കോപ്പർ നൈട്രേറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറാണ്. ദെൻ സെക്കൻഡ് വൺ നമുക്ക് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ് നോക്കേണ്ടത്. നോക്കുകയാണെങ്കിൽ NaOH plus HCl gives NaCl plus H2O plus heat. അതായത് നമ്മളുടെ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ടെമ്പറേച്ചറിലുള്ള ഒരു ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട്. സോ ഇതെന്ന് പറയുന്നത് ആ ഒരു ഹീറ്റ് എവല്യൂഷൻ കൂടെ വരുന്നതുകൊണ്ട് ഒരു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കാണിക്കുന്ന റിയാക്ഷനാണ്. തേർഡ് വൺ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ്റെ എക്സാമ്പിളാണ് നമുക്ക് വേണ്ടത്. ലെഡ് നൈട്രേറ്റ് പ്ലസ് പൊട്ടാസ്യം അയഡൈഡ് ഗീവ്സ് ലെഡ് അയഡൈഡ് പ്ലസ് പൊട്ടാസ്യം നൈട്രേറ്റ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലെഡ് അയോഡൈഡ് അതൊരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൂന്നിനും എക്സാമ്പിൾസ് ആയി അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. State the type of chemical reactions and chemical equations that takes place in the following. First one, magnesium wire is burned in air. Second one, electric current is passed through water.
തേർഡ് വൺ അമോണിയ ആൻഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസസ് ആർ മിക്സ്ഡ്. ഈ ഓരോ പ്രോസസ്സിൻ്റെയും കെമിക്കൽ റിയാക്ഷനും അത് ഏത് ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ ആണെന്നും ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻസ് എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? മഗ്നീഷ്യം റിബൺ കത്തിക്കാണ്. അപ്പോൾ അതിൻ്റെ നമ്മളുടെ കെമിക്കൽ ഇക്വേഷൻ വരുന്നത് 2Mg + O2 gives 2MgO ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ്? ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷനുമാണ്, അതുപോലെ തന്നെ ഇതൊരു റിഡോക്സ് റിയാക്ഷനുമാണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് വാട്ടറിൽ കൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കാം? ഇലക്ട്രോളിസിസ് സംഭവിക്കും. അപ്പോൾ 2H2O അപ്പോൺ ഇലക്ട്രോളിസിസ് ഗീവ്സ് 2H2 + O2. അപ്പോൾ ഇത് ഇലക്ട്രിക്കൽ ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. നമ്മുടെ തേർഡ് വൺ അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡ് NH3 + HCl ഗീവ്സ് NH4Cl. ഇവിടെ ശരിക്കും എന്താ സംഭവിക്കാം? രണ്ട് റിയാക്ടൻസ് കൂടി ഒറ്റ പ്രോഡക്റ്റ്. അപ്പോൾ അതൊരു കോമ്പിനേഷൻ റിയാക്ഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ ബാലൻസ്ഡ് ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ബിറ്റ്വീൻ മഗ്നീഷ്യം ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നെയിം ദ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ്, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതണം. അപ്പോൾ യൂഷ്വലി നമുക്ക് Mg + HCl ഗീവ്സ് MgCl2 + H2. അത് ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും? Mg + 2HCl ഗീവ്സ് MgCl2 + H2. അപ്പോൾ ഇതിലെ പ്രോഡക്റ്റ് ഫോംഡ് എന്താണ്? നമുക്ക് മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഫോംഡ് അറിയാം. ദെൻ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുക? ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. HCl-നകത്തെ ഹൈഡ്രജനെ മഗ്നീഷ്യം ഡിസ്പ്ലേസ് ചെയ്ത് കയറിയിരിക്കുകയാണ് അല്ലേ? സോ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റാൻസിഡിറ്റി? മെൻഷൻ എനി 2 ways by which റാൻസിഡിറ്റി ക്യാൻ ബി പ്രിവെൻറ്റഡ്. അപ്പോൾ നമുക്കറിയാം ഓക്സിഡേഷൻ്റെ ഫലമായിട്ട് ഫുഡിൻ്റെ ടേസ്റ്റും സ്മെല്ലും ഒക്കെ സ്പോയിൽ ആവുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ റാൻസിഡിറ്റി എന്ന് പറയാം. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു? എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ അടച്ചു വെക്കാൻ പറ്റുമായിരുന്നു. ദെൻ അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് പോലെ ഉപയോഗിച്ചിട്ട് നൈട്രജൻ ഗ്യാസൊക്കെ ഫില്ല് ചെയ്ത് ഫുഡ് പാക്കറ്റ്സ് ഫില്ല് ചെയ്യുന്നതും റാൻസിഡിറ്റി അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു റെമഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച് ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ക്യാരിഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി, ഹീറ്റ് ആൻഡ് ലൈറ്റ്. ദെൻ അതിൻ്റെ ബി പാർട്ട്, വൈ കോപ്പർ ക്യാൻ ഡിസ്പ്ലേസ് സിൽവർ ഫ്രം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആൻഡ് റൈറ്റ് ദ ഇക്വേഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4-5 പോയിന്റ് വരുന്നുണ്ട് അല്ലേ? 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഇലക്ട്രിസിറ്റി വെച്ചിട്ട് ഡീകമ്പോസിഷൻ നടക്കുന്ന ഒരു റിയാക്ഷനാണ് ചോദിച്ചേക്കാം. അതിൻ്റെ എക്സാമ്പിളാണ് നമുക്ക് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. അപ്പോൾ അതെന്തിരിക്കും? 2H2O അപ്പോൾ ഇലക്ട്രിസിറ്റി ഗീവ്സ് 2H2 + O2. ദെൻ രണ്ടാമത് നമുക്ക് ഹീറ്റ് വെച്ചിട്ട് ഡീകമ്പോസ് ആവുന്നത്. അപ്പോൾ കാൽസ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാം? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആവുന്നത്. അപ്പോൾ CO3 അപ്പോൾ ഹീറ്റിംഗ് ഗീവ്സ് CaO + CO2. ദെൻ തേർഡ് വൺ നമുക്ക് ലൈറ്റ് വെച്ചിട്ടുള്ള ഡീകമ്പോസിഷൻ. അപ്പോൾ നമുക്ക് സിൽവർ ബ്രോമൈഡ് AgBr അപ്പോൾ സൺലൈറ്റ് ഗീവ്സ് 2Ag + Br2. അപ്പോൾ നമുക്ക് 3 കെമിക്കൽ ഇക്വേഷനായി അല്ലേ? ഞാൻ ഇതിൻ്റെ ബി പാർട്ട് നോക്കാം. ബി പാർട്ടിൽ എന്തുകൊണ്ടാണ് ശരിക്കും കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് സിൽവറിനെ? കോപ്പർ സിൽവർ നൈട്രേറ്റിൽ നിന്ന് സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാരണം കോപ്പർ മോർ റിയാക്റ്റീവ് ആയതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നോക്കാം നമുക്ക്. കോപ്പർ + 2AgNO3 ഗീവ്സ് CuNO3 twice + 2Ag. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അതിന് നമുക്ക് 2 പാർട്ടുണ്ട്, എ പാർട്ടും ബി പാർട്ടും. എ പാർട്ട്, ഡിഫൈൻ എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. വൈ ഷുഡ് ആൻ ഇക്വേഷൻ ബി ബാലൻസ്ഡ്? അതിൻ്റെ ബി പാർട്ട്, റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻസ്. ഫസ്റ്റ് വൺ, ഫോസ്ഫറസ് ബേൺസ് ഇൻ പ്രസൻസ് ഓഫ് ക്ലോറിൻ ടു ഫോം phosphorus pentachloride. And second one, burning of natural gas. Third one, the process of respiration. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ആൻസർ എന്താണ്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്താണ്? എന്തുകൊണ്ടാണ് ഇക്വേഷൻ ബാലൻസ്ഡ് ആവണം എന്നുള്ളത്. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിലും റിയാക്ടൻ സൈഡിലും എലമെൻസിൻ്റെ നമ്പർ ഈക്വലൈസ് ചെയ്ത് നമ്മൾ എഴുതുന്ന കെമിക്കൽ റിയാക്ഷനാണ്, കെമിക്കൽ ഇക്വേഷനാണ് ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ. ശരിക്കും ഒരു ഇക്വേഷൻ ബാലൻസ്ഡ് ആവുമെന്ന് പറയാനുള്ള കാരണം എന്താണ്? നമ്മളെപ്പോഴും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അതിനെ ഫോളോ ചെയ്തേ പറ്റൂ, അതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബി പാർട്ട് നോക്കാം. ബി പാർട്ടിൽ എന്താണ്? ഫോസ്ഫറസ് ബേൺസ് ഇൻ പ്രസൻസ് ഓഫ് ക്ലോറിൻ ടു ഫോം ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ ഇക്വേഷൻ എന്തായിരിക്കും? P4 + 10Cl2 ഗീവ്സ് 4PCl5. കിട്ടിയോ? ദെൻ സെക്കൻഡ് വൺ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ് ബേൺ ചെയ്യുന്നത്. അപ്പോൾ CH4 മീഥെയിൻ + 2O2 ഗീവ്സ് CO2 + 2H2O + ഹീറ്റ് എനർജി. ദെൻ ലാസ്റ്റ് വൺ, നമ്മൾ പ്രോസസ് ഓഫ് റെസ്പിറേഷൻ നമ്മൾ ലൈഫ് പ്രോസസ്സിലൊക്കെ പഠിച്ചാണ് അല്ലേ? അപ്പോൾ C6H12O6 അതെന്താണ്? ഗ്ലൂക്കോസ്
plus 6O2 plus 6H2O gives 6CO2 plus 12H2O plus energy. അപ്പോൾ നമ്മൾ കുറച്ച് എല്ലാത്തരം ഷോർട്ട് ആൻസറും വെരി ലോങ് ആൻസറും ദെൻ മൾട്ടിപ്പിൾ ചോയ്സ് MCQ 1 വേർഡും ഒക്കെ നമ്മൾ ജസ്റ്റ് എല്ലാത്തിൻ്റെയും കുറച്ച് മോഡൽസ്, എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നുമില്ല കേട്ടോ, പക്ഷേ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്നും മറന്നേക്കരുത്. വീണ്ടും അടുത്തൊരു സെക്ഷനിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.